NHSലേക്ക് എനിക്ക് നിങ്ങളെ റെഫർ ചെയ്യാൻ പറ്റുമോ? ഞാൻ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഇനി അങ്ങനെയാണോ കിട്ടിയത്? എന്തെങ്കിലും ഷോർട്ട് കട്ടിലൂടെ ആണോ കിട്ടിയത്? ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും. എനിവേ എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ എല്ലാം ക്വാളിഫൈ ചെയ്ത് വന്നൊരു കാൻഡിഡേറ്റ് ആണ്. ഇപ്പോഴും അതേ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിരിക്കുവാണ്. എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു അപ്ലൈയിങ് സ്റ്റേജിലും റിജക്ഷൻസും ഇന്നും കൂടെ എനിക്ക് രാവിലെ അൺഫോർച്ചുനേറ്റ്ലി ഇമെയിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇന്ന് സത്യത്തിൽ ഞാൻ അങ്ങനെ ഇമെയിലൊന്നും രാവിലെ ഓപ്പൺ ചെയ്യാറില്ല. കാരണം രാവിലത്തെ ഒരു മൂഡ് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് ഓപ്പൺ ചെയ്തത് ഇമെയിലായിരുന്നു. അതിലൊരു അൺഫോർച്ചുനേറ്റ് ഇമെയിലും അതുപോലെ തന്നെ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തായാലും സാരമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടിനെ പറ്റി ചിന്തിക്കുന്ന സമയം മതി. നമുക്കൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. എൻ്റെ അടുത്ത് വരുന്ന കുറേ എൻട്രി ലെവൽ കാൻഡിഡേറ്റ്സിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒപ്പം നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് അത്രയും കൂട്ടിയേ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് കൂടുന്തോറും സ്കിൽസ് കൂടുന്തോറും അവർ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. പക്ഷേ എൻട്രി ലെവൽ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം ഞാനും അതേ സ്റ്റേജിലൂടെ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കരുത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്ത പ്രൊജക്റ്റുകളുണ്ടല്ലോ, അതൊക്കെ മാക്സിമം എംഫസൈസ് ചെയ്ത് അവിടെ നിങ്ങൾ എന്തൊക്കെ സ്കിൽസ് യൂസ് ചെയ്തു എന്നുള്ളത്, അവിടെ നിങ്ങൾ എങ്ങനെയാണത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ളത്, അവിടെ എടുത്ത ടീം എഫേർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ബാൻഡ് 2 ബാൻഡ് 3 നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യും. എല്ലാവരും വേഗം ജോലി വാങ്ങട്ടെ. ഓൾ ദ ബെസ്റ്റ്.